ബാലസമാജം ക്യാമ്പും പുസ്തക വിതരണവും നടന്നു. ഏകദിന ബാലസമാജം ക്യാമ്പും പുസ്തക വിതരണവും നടത്തി. പറമ്പിക്കുളങ്ങര നായർ യുവജന സമിതിയും കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റും സംയുക്തമായി പറമ്പിക്കുളങ്ങര NSS കരയോഗം ഹാളിൽ വെച്ച് നടന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് K. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. PU സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുമതി അച്യുതൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കൈയടിക്കൽ എന്തിനാണ്? ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പറയുക, അവരെ അനുമോദിക്കാൻ വേണ്ടി കൈയടിക്കുക തുടങ്ങും. അപ്പൊ ആദ്യത്തെ കൈയടി നിങ്ങൾ പഠിച്ചു ഒന്ന് കാണിക്കും. ഞങ്ങൾ എല്ലാവർക്കും വരും. രണ്ടാമത് നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ പ്രാർത്ഥനാകാരം കേട്ടു, 2 കുട്ടികളോട് പ്രയോജനമാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വരികയൊന്നും ഓർമ്മയില്ല. ഇവിടെ ടീച്ചേഴ്സിനാണെങ്കിൽ അറിയുക അത് പറയാൻ കേട്ടിട്ടുണ്ടാവും. ഒരു പ്രാർത്ഥനാ ഗീതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുരേഷൊക്കെ വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതുണ്ട്. പിന്നെ 4ാം ക്ലാസ്സിലെ ബുക്കിൽ ഒരു മലയാളം പദ്യം ഉണ്ടായിരുന്നു, ഒരു പോകം ഉണ്ടായിരുന്നു. VK സുമേഷ് സ്വാഗതവും ശ്രീലക്ഷ്മി രാകേഷ് നന്ദിയും പറഞ്ഞു. E. പ്രസാദ്, അനീഷ് എലന്തരയ്ക്കൽ, രാജേഷ് TS, ശ്രീജിത്ത് V. നായർ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ കുട്ടിക്കാലം, എൻ്റെ കുട്ടിക്കാലം എനിക്ക് അമ്മൂമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മാവന്മാരുടെ ശിക്ഷണത്തിൽ പേടിച്ച് വളർന്ന ഒരാളാണ്. അതുകൊണ്ടാവാം എനിക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ അച്ഛനും അമ്മയും അവരെ നോക്കാനും അവരെ വലിയൊരു നിലയിലേക്ക് എത്താനും വേണ്ടി രാവും പകലും പണിയെടുക്കുമ്പോൾ കുട്ടികളുടേതായ കുട്ടികൾക്ക് കിട്ടേണ്ടതായ ചില കാര്യങ്ങൾ അവർക്ക് ആ യഥാസമയം കിട്ടാതെ പോകുമ്പോഴാണ് കുട്ടികൾ ഈ മൊബൈലിൽ മറ്റ് അടിമകളായി പോകുന്നത്. കാരണം